വാർത്തകൾ വിശദമായി. ഖേദം പ്രകടിപ്പിച്ച് MLA. ദേവികുളം സബ് കളക്ടർക്കെതിരായ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് S. രാജേന്ദ്രൻ MLA. തന്റെ വാക്കുകൾ സബ് കളക്ടറെ വേദനിപ്പിച്ചെങ്കിൽ ഖേദിക്കുന്നുവെന്ന് S. രാജേന്ദ്രൻ MLA പറഞ്ഞു. പരാമർശങ്ങളിൽ തെറ്റില്ലെന്നാണ് ബോധ്യം. ബഹുമാനക്കുറവ് കൊണ്ടല്ല അവളെന്ന് വിളിച്ചത്. ഭാര്യയെയും മകളെയും അവളെന്ന് വിളിക്കാറുണ്ട്. പ്രായോഗിക ബുദ്ധിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തനിക്കെതിരായ അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും രാജേന്ദ്രൻ. ഇതുവരെയില്ലാത്ത അന്വേഷണം എന്തുകൊണ്ടിന്നുണ്ടായി എന്നും രാജേന്ദ്രൻ ന്യൂസ് 18നോട് ചോദിച്ചു. മൂന്നാർ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സബ് കളക്ടർ രേണു രാജുമായുള്ള വിഷയങ്ങൾ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ദേവികുളം MLA S. രാജേന്ദ്രൻ തന്നെ നമ്മോടൊപ്പമുണ്ട്. വലിയ വിവാദമാണ്. പ്രതിപക്ഷത്തിൻ്റെ അടക്കമുള്ള ഭാഗത്തുനിന്നും ആക്രമണം വരുന്നു. പാർട്ടി വിശദീകരണം തേടുന്നു. ആ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പാർട്ടി വിശദീകരണം ചോദിക്കുന്നതും ഞാൻ മറുപടി പറയാൻ ബാധ്യത ഉള്ളതുമാണ്. അത് എല്ലാം ഉൾക്കൊള്ളുന്നു. സബ് കളക്ടറെ സംബന്ധിച്ചുള്ള അനാവശ്യ വാക്കുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവൾ എന്ന് പറയുന്ന വാക്ക് അത്ര മോശം വാക്കാണ് എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാൻ മേല. വീട്ടിലെ സഹോദരിമാർ ഉൾപ്പെടെയുള്ള മക്കൾ എല്ലാവരും അങ്ങനെ പറയുക. ഇനി അതിനകത്ത് വേറെ വ്യത്യസ്തമായി അവർക്ക് വേദന തോന്നത്തക്ക നിലയിൽ അപ്പോഴേ പറയുന്നതാണെങ്കിൽ അവർ പറയാമായിരുന്നു. ഇനിയിപ്പം മീഡിയയിൽ വന്ന സ്ഥിതിയിൽ അത് അവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അവരോട് പിന്നിങ്ങനെയാണ് എന്ന് പറയുന്ന തരത്തിലൊരു ഖേദം എന്നുള്ള നിലയിലേക്ക് നമുക്ക് പറയുന്നതിലൊന്നും തെറ്റല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് ഖേദം പ്രകടിപ്പിക്കുന്നതിലൊന്നും ഒരു മടിയും എനിക്കില്ല. വേദന ഉണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അവർക്ക് ആർക്കാണേലും വേദന ഉണ്ടായാൽ നമ്മളൊന്ന് അതിനൊരു വേദനയ്ക്ക് ഒരു പകരം എന്നുള്ള നിലയിൽ നമ്മളൊരു ഖേദം രേഖപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അതെന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരു വാശിയും രേഖപ്പെടുത്തുകയാണ്. അതിനകത്ത് നമുക്കൊരു വാശിയും പിടിയൊന്നുമില്ല. പ്രശ്നം എന്താണെന്ന് അവൾ എന്ന് പറഞ്ഞതിൻ്റെ തുടക്കം മുൻപ് മൂന്നാർ പ്രദേശത്ത് സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഇനി NOC വാങ്ങിച്ചാലല്ലേ പറ്റുള്ളൂ. ഇതൊരു വ്യക്തിയുടെ അല്ലല്ലോ. പഞ്ചായത്ത് ഞങ്ങളുടെ അല്ല, കോൺഗ്രസിൻ്റെയാണ്. അത് വനിതാ പ്രോജക്റ്റാണ്. അപ്പോൾ സ്ത്രീകളെ ഈ പറഞ്ഞ പോലെ ഞാൻ അവമാനിക്കുന്നു എന്ന് വർത്താനാണല്ലോ ഈ പ്രശ്നം. പക്ഷേ അവരുടെ ഒരു പ്രോജക്റ്റ് സർക്കാർ അനുവദിച്ചു, DPC അംഗീകരിച്ചു, കലക്ടർ അനുവദിച്ച പ്രോജക്റ്റിനെതിരെ പരാതി കിട്ടി എന്നുള്ളത് കൊണ്ട് ഒരു നിലപാടാണെങ്കിൽ പരാതി അന്വേഷിക്കാം, വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കാം. അതാണ് ചെയ്യുന്നത്. അതിന് പകരം അവർ ഈ നിലയിൽ ഒരു ജനപ്രതിനിധി അവരെ ഫോണിൽ കൂടി വിളിക്കുമ്പോൾ MLA എന്നൊക്കെ ആക്ഷേപിക്കാൻ അവർക്ക് അവകാശമില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. താൻ എന്ന് എന്നെ അവർക്ക് വിളിക്കാനുള്ള ഒരു അവസരവും അവകാശവും പ്രോട്ടോക്കോൾ അനുസരിച്ചില്ല. അതൊന്നും മീഡിയകളിൽ വരുന്നില്ലല്ലോ. എന്നെ അവമാനിച്ചപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു പ്രതികരണം അവൾ എന്നുള്ള ഒരു വാക്ക് വന്നു. അല്ല, IAS ഒക്കെ കഴിഞ്ഞ ഒരാൾക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞത് ശരി തന്നെ. അത് ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കൂലേ. അവർക്ക് പ്രായോഗിക ബുദ്ധിയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ബുദ്ധിയില്ല എന്ന് പറയുന്നത് അവർ മോശമാക്കാനല്ല. ഇവിടെ സർക്കാർ പ്രോജക്റ്റിന് NOC വേണമെന്ന് കോടതി പറഞ്ഞില്ലല്ലോ 2010. അപ്പോൾ ഇവർ പുതിയ പ്രശ്നം സൃഷ്ടിക്കുകയാണ് പുതിയതായി. അപ്പോൾ അവർ സ്വന്തമായി ചിന്തിച്ച ഒരു അഭിപ്രായമല്ല. ഇവരുടെ പിന്നിൽ ഒരു പുതിയ അജണ്ട ഓപ്പൺ ആവുകയാണ്. അത് ഇവരിലൂടെ വരികയാണ്. അതിനെ ഞങ്ങൾ ചെറുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ്. എൻ്റെ ആവശ്യത്തിനല്ല, പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു. അതും അവർക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു ഖേദം രേഖപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ താങ്കളുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു സബ് കളക്ടർ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം. അവിടെ ചില നിർമ്മിതികൾ നടക്കുന്നു, മണ്ണിട്ട് നികത്തുന്നു എന്നീ കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേപറ്റി വിശദമായ പരിശോധന നടത്തുന്നു. അവർക്ക് നടത്താനുള്ള അവകാശമുണ്ട്, പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. അതിലൊന്നും എനിക്ക് യാതൊരു പേടിയുമില്ല. അവിടെ പുതിയ കൺസ്ട്രക്ഷനോ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കാം, കേസെടുക്കാം, എന്തും ചെയ്യാം. കാലവർഷക്കെടുതിയിൽ മണ്ണിടിഞ്ഞു പോയ സ്ഥലത്ത് പഴയ കെട്ട് പുതുപ്പിച്ച് ഒന്ന് പുതുക്കി പണിത് എന്നുള്ളതല്ലാതെ വേറെ അവിടെ ഒന്നും യാതൊന്നും നടത്തിയിട്ടില്ല. ഇന്നലെ ഈ അവൾ എന്ന് പറയുന്നതിന് മുമ്പും അതുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൾ എന്ന് വന്നതിന് ശേഷമാണ് പ്രതികരണമെങ്കിൽ അത് ആ പ്രായോഗിക ബുദ്ധിൻ്റെ പ്രശ്നമുണ്ട് എന്നേ ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. ഇനി അതിനും ഖേദമാണെങ്കിലും ഖേദരാക്കപ്പെടും. നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇവർക്കെതിരെയുള്ള എല്ലാ പരാമർശങ്ങളിലും താങ്കൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ്? അത് വേണമെങ്കിൽ പ്രകടിപ്പിക്കാം എന്നാണ്? നിലവാരം കാണുമെന്നാണ് ഞാൻ കരുതിയത്. അത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് അവർ ആക്ഷേപിച്ചതിനെല്ലാം സ്പീക്കർക്ക് അന്ന് തന്നെ പരാതി നൽകിയിട്ടുണ്ട്.
അപ്പോൾ ഇത് ഇത്ര ഒരു വലിയ പ്രയാസമായ ഒരു എന്തോരം പ്രശ്നങ്ങളുണ്ട്. സർക്കാർ പദ്ധതി നടപ്പിലാക്കരുത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരാമർശം ഉള്ളപ്പോൾ അതിനേക്കാൾ ഗൗരവം അവൾ എന്ന് പറഞ്ഞു എന്നുള്ളത് തന്നെയാണല്ലോ പ്രശ്നം. നമുക്ക് അക്കാര്യത്തിൽ യോജിപ്പില്ല. പ്രശ്നം തന്നെ. ഞാൻ ഇവിടുത്തെ MLA ആണ്. അത് ഞാൻ പ്രതികരിച്ചാലേ പറ്റുള്ളൂ. എന്തായാലും തീർച്ചയായും അവർക്ക് ഇക്കാര്യത്തിൽ വേദന തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നാൽ താൻ മുന്നോട്ട് വെച്ച നിലപാടുകളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. മൂന്നാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അനധികൃതമായ ഇടപെടലുകൾ വന്നാൽ ഇനിയും പ്രതികരിക്കും എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. MS അനീഷ് കുമാറിനോടാണ് S രാജേന്ദ്രൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ദേവികുളം സബ് കളക്ടർക്കെതിരായ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് S രാജേന്ദ്രൻ MLA. തന്റെ വാക്കുകൾ സബ് കളക്ടറെ വേദനിപ്പിച്ചെങ്കിൽ ഖേദിക്കുന്നു എന്നാണ് S രാജേന്ദ്രൻ MLA പറഞ്ഞിരിക്കുന്നത്. പരാമർശങ്ങളിൽ തെറ്റില്ല എന്നാണ് ഇപ്പോഴും ബോധ്യമെന്നും പറയുന്നു. അതായത് ബുദ്ധിക്കുറവ് എന്നത് പ്രായോഗിക ബുദ്ധി എന്നതാണ് ഉദ്ദേശിച്ചത്. അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, അവൾ എന്ന പ്രയോഗം വേദനിപ്പിച്ചു എങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് S രാജേന്ദ്രൻ MLA പറയുന്നത്. ആത്മാർത്ഥമായിട്ടാണോ MLA ഇപ്പോൾ ഈ ഖേദപ്രകടനം നടത്തുന്നത്? രേണുക, തീർച്ചയായും അത്തരത്തിൽ ഒരു ഖേദപ്രകടനമല്ല എന്ന് നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ നിന്നും വളരെ വലിയ വിമർശനമാണ് MLAക്കെതിരെ ഉയരുന്നത്. ഒപ്പം സ്വന്തം പാർട്ടിയായ CPIM അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. നാളെ ജില്ലാ കമ്മിറ്റി അടക്കം കൂടാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അവൾ എന്ന വാക്ക് വേദനിപ്പിച്ചെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവൾ എന്നത് താൻ ഭാര്യയെയും മകളെയും ഒക്കെ വിളിക്കാറുള്ളതാണ്. അത്തരത്തിൽ വലിയൊരു തെറ്റായി തനിക്ക് തോന്നുന്നില്ല. എന്നാൽ സബ് കളക്ടർക്ക് അത് വേദനിപ്പിക്കുന്നുവെങ്കിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ തൻ്റെ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നതിന് മുന്നിൽ ചില അജണ്ടകളുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത്തരത്തിലൊരു പ്രോജക്റ്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ തടയുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിക്കുറവ് എന്നതാണ് താൻ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഇത്തരം ഭീഷണികൾക്കൊന്നും മുന്നിൽ വഴങ്ങില്ല എന്നും വ്യക്തമാക്കുന്നു. തൻ്റെ വീടിനോട് ചേർന്ന് കാലവർഷത്തിൽ ഇടിഞ്ഞു പോയ ഭാഗം നന്നാക്കുക മാത്രമാണ് താൻ ചെയ്തത്. എന്നാൽ അവൾ എന്ന പരാമർശം ഉണ്ടായ ശേഷം മാത്രമാണ് സബ് കളക്ടറുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരിശോധന ഉണ്ടായത് എന്നും വ്യക്തമാക്കുന്നു. സാങ്കേതികമായി പറഞ്ഞാൽ അവൾ എന്ന പ്രയോഗത്തിൽ ഖേദം പ്രകടിപ്പിക്കുമ്പോഴും മറ്റു നിലപാടുകളിൽ S രാജേന്ദ്രൻ MLA ഉറച്ചു നിൽക്കുക തന്നെയാണ്. രേണുക, അനീഷ്, കളക്ടർ നിലപാടിൽ ഉറച്ചു തന്നെയാണ്. നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം നിയമപരമായി എന്ത് ചെയ്യും ഈ കാര്യത്തിൽ എന്നത് ആലോചിക്കുന്നു. അതിന് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് മുന്നോട്ട് പോകുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഒരു ഖേദപ്രകടനം. ഈ പ്രശ്നങ്ങൾ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കുക എന്നതാണോ MLA ലക്ഷ്യമിടുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഖേദപ്രകടനം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒതുക്കാൻ കഴിയുന്നതാണോ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ? അതിന് എന്തെങ്കിലും സാധ്യത അനീഷ് കാണുന്നുണ്ടോ? രേണുക, തീർച്ചയായും വലിയ സമ്മർദ്ദങ്ങൾ തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒപ്പം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും S രാജേന്ദ്രൻ MLAക്ക് നേരെ ഉയരുന്നത്. കാരണം വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള അക്കാദമിക് നിലവാരമുണ്ടായിരുന്ന ഒരു ഡോക്ടർ കൂടി ആയിരുന്ന ആളാണ് ഇപ്പോൾ ദേവികുളം സബ് കളക്ടറായി ജോലി നോക്കുന്ന ഡോക്ടർ രേണു രാജ് IAS. അവർക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത് വളരെയധികം കടുത്ത പരാമർശങ്ങൾ പല കോണിൽ നിന്നും MLAക്ക് നേരെ ഉയരുന്ന സാഹചര്യമുണ്ട്. CPM ജില്ലാ സെക്രട്ടറി S രാജേന്ദ്രൻ തന്നെ കൃത്യമായി ഇതിനെക്കുറിച്ച് വിശദീകരണം തേടുമെന്ന് പറഞ്ഞിരുന്നു. ഈ സംബന്ധിച്ച് താൻ പാർട്ടിക്ക് വിശദീകരണം നൽകി എന്ന് S രാജേന്ദ്രൻ MLAയും വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ പല കോണുകളിൽ നിന്നും സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിൽ ഈ വിവാദത്തിൽ നിന്നും തലയൂറണമെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുക എന്നതല്ലാതെ മറ്റു മാർഗം തൻ്റെ മുന്നിൽ ഇല്ല എന്ന് വ്യക്തമായൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് S രാജേന്ദ്രൻ MLAക്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവൾ എന്ന പ്രയോഗവും ബുദ്ധിയില്ലായ്മ എന്ന പ്രയോഗവുമൊക്കെ അവരെ വേദനിപ്പിച്ചെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് യാതൊരു ദുരഭിമാനവും ഇല്ല എന്നും S രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. അനീഷ്, കളക്ടറെ അപമാനിച്ചു. അതിൽ ആണ് ഇപ്പോൾ S രാജേന്ദ്രൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അവിടെ നിന്നും കടന്നുപോയിരിക്കുകയാണ്. MLAയുടെ തന്നെ ഭൂമി കൈയേറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കളക്ടർ. ഇന്ന് നേരിട്ട് അവിടെ എത്തി ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. കൂടുതൽ ഈ അവഹേളനം എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിന്റെ ഒരു ബോധ്യം MLAക്കുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം എന്ത് മറുപടിയാണ് നൽകിയത്?
തീർച്ചയായും ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇന്ന് രാവിലെ സബ് കളക്ടർ രേണു രാജ് പരിശോധിച്ചിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാലവർഷത്തിൽ പാർശ്വഭിത്തി ഇടിഞ്ഞു പോയിരുന്നു, അത് പുനർനിർമ്മിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ സബ് കളക്ടർ കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞു. ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. അവൾ എന്ന ഈ പരാമർശം ഉണ്ടായ ശേഷം മാത്രമാണ് ഈ സംബന്ധിച്ച ഒരു പരിശോധന സബ് കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് കാര്യങ്ങൾ എല്ലാം വ്യക്തമാക്കുന്നു എന്ന കാര്യവും അദ്ദേഹം പറയുന്നു. കാരണം ഈ പരാമർശത്തെക്കാൾ ഉപരി നിയമപരമായ കുരുക്കുകൾ അദ്ദേഹത്തിൻ്റെ മേൽ മുറുകും എന്ന കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം അന്വേഷണത്തിൽ ഇത് അനധികൃതമായ സ്ഥലമാണോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂമിയാണെന്നോ അനുമതി വാങ്ങാതെയാണ് നിർമ്മാണം നടത്തിയെന്നോ ഒക്കെ കണ്ടെത്തിയാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ LC കേസ്, അതായത് ലാൻഡ് കൺസർവേൻസി ഭൂ സംരക്ഷണ നിയമപ്രകാരം കേസ് എടുക്കേണ്ടി വന്നും. അത്തരത്തിൽ കേസിൽ ദേവികുളം MLA എസ് രാജേന്ദ്രൻ പ്രതിയാകുന്നത് തികച്ചും CPM-നും എസ് രാജേന്ദ്രനും ഒന്നും കരണീയമായ ഒരു കാര്യമല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ മറ്റുമൊക്കെ അദ്ദേഹം വളരെ തവണ നമ്മൾ ബന്ധപ്പെടുമ്പോഴും ഇത്തരത്തിൽ ഒരു തരത്തിലും ഖേദപ്രകടനം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല, താൻ ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് നിലപാടുകൾ പറഞ്ഞത് എന്നും ഒക്കെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഖേദപ്രകടനത്തെ കാണാൻ. രേണുക, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. ദേവികുളം സബ് കളക്ടർക്കെതിരായ പരാമർശത്തിലാണ് ഇപ്പോൾ എസ് രാജേന്ദ്രൻ MLA ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവൾ എന്ന് വിളിച്ചത് ഏതെങ്കിലും തരത്തിൽ കളക്ടറെ വേദനിപ്പിച്ചുവെങ്കിൽ ഖേദിക്കുന്നു എന്നാണ് എസ് രാജേന്ദ്രൻ MLA പറയുന്നത്. പരാമർശങ്ങളിൽ തെറ്റില്ല എന്നാണ് ബോധ്യമെന്നും എസ് രാജേന്ദ്രൻ പറയുന്നു. പരാമർശങ്ങൾ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ബുദ്ധിയില്ല എന്നതുൾപ്പെടെ പറഞ്ഞ പരാമർശങ്ങളിലാണ്. അതിൽ ഇപ്പോഴും താൻ ഉറച്ചു നിൽക്കുന്നു. പ്രായോഗിക ബുദ്ധി ഇല്ല കളക്ടർക്ക് എന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ വലിയ വിവാദമായ എസ് രാജേന്ദ്രന്റെ ആ പരാമർശങ്ങൾ ഒന്ന് കാണാം, അതിനുശേഷം തിരിച്ചു വരാം. സർക്കാരിനോട് സർക്കാർ NOC ചോദിക്കുന്ന ആദ്യമാ ഇങ്ങനെയുള്ള അതിബുദ്ധി ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ എന്താ ഉള്ളത്? ബിൽഡിംഗ് റൂൾ നോക്കേണ്ടത് പഞ്ചായത്താണ്, അവിടല്ല. അവിടെ വന്നവിടെ ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു IAS കിട്ടിയെന്ന് പറഞ്ഞ് അവിടെ ഇതെല്ലാം വായിച്ച് പഠിക്കണ്ടേ? ഈ പരാമർശത്തിലാണ് ഇപ്പോൾ എസ് രാജേന്ദ്രൻ MLA ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. കളക്ടർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അത് ഈ വിവാദങ്ങളിൽ നിന്ന് തലയൂരാനുള്ള ഒരു ശ്രമമായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ KK ശിവരാമൻ, എസ് രാജേന്ദ്രൻ MLA ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ കളക്ടർക്കെതിരായി പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലും തരത്തിൽ തന്റെ വാക്കുകൾ അവരെ വേദനിപ്പിച്ചുവെങ്കിൽ അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പരാമർശങ്ങളിൽ ഒന്നും തെറ്റില്ല എന്ന ബോധ്യം ഇപ്പോഴുമുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നും പറയുന്നു. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ കാണുന്നത്? അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചത് നല്ല കാര്യമാണ്. പറയരുതാത്ത രീതിയിൽ പറഞ്ഞതുകൊണ്ടാണല്ലോ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നത്. നമ്മള് വർത്തമാനം പറയുമ്പോൾ, പ്രത്യേകിച്ച് MLA-മാരെ പോലുള്ളവർ വർത്തമാനം പറയുമ്പോൾ കുറച്ചുകൂടി കരുതലോടുകൂടി പറയണം എന്നാണ് ഇത് സൂചിപ്പിക്കുന്ന കാര്യം. ഈ മൂന്നാർ പഞ്ചായത്തിലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ ആ കെട്ടിട നിർമ്മാണം അനധികൃതം തന്നെയാണ്. അവിടെ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നിടത്തോളം കാലം റവന്യൂ വകുപ്പിന്റെ NOC ഇല്ലാതെ കെട്ടിടം നിർമ്മിക്കാൻ കഴിയില്ല. 6ന്റെ തീരത്താണ് കെട്ടിടം ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രളയകാലത്ത് വലിയ തോതിൽ വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശമാണിത്. അപ്പം അവിടെ കെട്ടിടം നിർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമാണ്. ഈ കണ്ണൻദേവൻ കമ്പനിക്ക് പാട്ടത്തിൽ കൊടുത്ത ഭൂമിയാണത്. കണ്ണൻദേവൻ കമ്പനി ആ ഭൂമി പഞ്ചായത്തിൽ കൈമാറിയെന്നാണ് പറയുന്നത്. അങ്ങനെ കൈമാറിയാൽ അതും നിയമവിരുദ്ധമാണ്. ആ ഭൂമി കൈമാറുകയാണെങ്കിൽ സർക്കാരിനാണ് കൈമാറേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിയമവിരുദ്ധമായ ഒരു കെട്ടിട നിർമ്മാണത്തിനാണ് അവിടെ സബ് കളക്ടർ സ്വപ്നമ കൊടുത്തത്. അത് നിയമപരമായി ശരിയായ നടപടിയായിരുന്നു. ആ നടപടിയിൽ അവർ കാണിച്ചത് നിയമപരമായ ഔചിത്യം തന്നെയാണ്. അത് നിയമപരമല്ല എന്ന വാദമുണ്ടെങ്കിൽ പിന്നെ അത് പരിശോധിക്കാൻ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അങ്ങനെ ഉള്ള കാര്യത്തിൽ സ്വപ്നമ കൊടുക്കാൻ വന്ന നിർമ്മാണം തടയാൻ വന്ന ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറിയത് തെറ്റായി പോയെന്ന് അദ്ദേഹം ഇപ്പോൾ സമ്മതിച്ചത് നല്ല കാര്യമാണ്. പക്ഷേ ഈ ഖേദപ്രകടനം പോലും ആത്മാർത്ഥതയുള്ളതാണ് എന്ന് കരുതാൻ കഴിയുമോ? അദ്ദേഹം പറയുന്നു അവൾ എന്ന് വിളിച്ചത് വേദനിപ്പിച്ചുവെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ബാക്കി പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുകയാണ്. പ്രായോഗിക ബുദ്ധിയുടെ കുറവ് കളക്ടർക്ക് ഇപ്പോഴും ഉണ്ട് എന്ന കാര്യത്തിൽ
അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ബുദ്ധിയില്ല എന്നത് ഒരു കളക്ടറെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്, പരസ്യമായി തന്നെ പറഞ്ഞ കാര്യമാണ്. അതും അവൾ എന്ന പ്രയോഗത്തിനേക്കാൾ ഏറെ അവഹേളിക്കുന്നതാണ്. ആ പ്രയോഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ഖേദം പ്രകടിപ്പിക്കുക എന്നത് സ്വീകാര്യമാകുമോ? അല്ല, അതിപ്പോ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രായോഗിക ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞ് ഇതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ സംബന്ധിച്ച് നിയമമാണ് നോക്കേണ്ടത്. ആ നിയമം നോക്കുമ്പോൾ അവിടെ കെട്ടിട നിർമ്മാണം നിയമവിരുദ്ധമാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. നിയമം പരിശോധിക്കുമ്പോൾ അത് തന്നെയാണ് ശരി. ആ നിയമവിരുദ്ധമായ നിർമ്മാണത്തിന് സ്റ്റേ കൊടുത്തു എന്നുള്ളത് അവർ ചെയ്യേണ്ട കാര്യം, ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടി, ഇന്ന് MLA-യുടെ തന്നെ അനധികൃത കയ്യേറ്റം എന്നത് സംബന്ധിച്ച് ലഭിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് കളക്ടർ അവിടെ എത്തുകയും നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള കളക്ടറുടെ ഇപ്പോഴുള്ള നീക്കങ്ങളിലെല്ലാം ഒരു പിന്തുണ നിങ്ങൾക്കുണ്ടോ? CPI നൽകുന്നുണ്ടോ? റവന്യൂ മന്ത്രി തന്നെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചിരുന്നു എന്ന് കളക്ടർ പറയുകയുണ്ടായി. അത് CPIയെ സംബന്ധിച്ചിടത്തോളം ശരിയായ നടപടികൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ആ നടപടികളെ എക്കാലവും പിന്തുണച്ചിട്ടുണ്ട്, ഭാവിയിലും പിന്തുണയ്ക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും തെറ്റായ വ്യാഖ്യാനം കൊടുത്ത് നിയമത്തിൽ നിന്നും വഴുതി മാറുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നടപടികൾ ആരംഭിക്കുമ്പോൾ മാത്രമാണ് CPIക്ക് എതിർസ്വരം പറയേണ്ടി വന്നിട്ടുള്ളൂ. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഏറ്റവും ശരിയായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ കയ്യേറ്റം ഒഴിപ്പിച്ചപ്പോഴെല്ലാം പാർട്ടി അതിനെ പിന്തുണച്ചിട്ടുണ്ട്. നാളെയും അങ്ങനെ തന്നെ ഉണ്ടാവും. ശരി, വളരെ നന്ദി ശ്രീ KK ശിവരാമൻ ഞങ്ങളോട് സഹകരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. അതേസമയം S രാജേന്ദ്രനെതിരെ നടപടി കടുപ്പിച്ച് തന്നെ നീങ്ങുകയാണ് സബ് കളക്ടർ രേണുരാജ്. MLA-യുടെ വീടിനോട് ചേർന്ന് അനധികൃത നിർമ്മാണം നടക്കുന്നതായി പരാതി ഉയർന്ന സ്ഥലം രേണുരാജ് നേരിട്ടെത്തി പരിശോധിച്ചു. സ്ഥലം സർക്കാർ ഭൂമിയാണോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സബ് കളക്ടർ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണം അനധികൃതമെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് രേണുരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. ഞായറാഴ്ച ഒഴിവുദിനമായിട്ടും അവധി മാറ്റിവെച്ചാണ് മൂന്നാർ ഇക്കാ നഗറിലുള്ള MLA-യുടെ വീട്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥരോടൊപ്പം സബ് കളക്ടർ കയ്യേറ്റം പരിശോധിക്കാനെത്തിയത്. സന്ദർശനവും പരാതിയും ന്യൂസ് 18നോട് സബ് കളക്ടർ സ്ഥിരീകരിച്ചു. ഭൂമി സർക്കാർ സ്ഥലമാണോ എന്ന് പരിശോധിക്കാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. തൊട്ടടുത്തുള്ളൊരു ഭൂമിയിൽ ഇന്നലെ രാത്രി മണ്ണിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് നോക്കാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനും ലാൻഡിൻ്റെ സ്റ്റാറ്റസ് നോക്കാനും വില്ലേജ് ഓഫീസറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ആരുടെ ലാൻഡാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വില്ലേജ് ഓഫീസറോട് വില്ലേജ് രേഖകൾ പരിശോധിച്ച് സർക്കാർ ഭൂമിയാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇക്കാ നഗറിൽ KCBയുടെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ് S രാജേന്ദ്രൻ വീട് വച്ചിരിക്കുന്നത്. വീടിനടുത്ത് 3 സെന്റോളം സ്ഥലമാണ് മണ്ണിട്ട് നികത്തി വീടിനോട് ചേർത്തത്. 1.5 ആൾ പൊക്കത്തിൽ സംരക്ഷണ ഭിത്തിയും ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീടിനോട് ചേർന്ന നിർമ്മാണ പ്രവർത്തനത്തിന് യാതൊരു അനുമതിയും തേടിയിട്ടില്ല എന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അനധികൃത നിർമ്മാണത്തിനൊപ്പം ഭൂമി കയ്യേറ്റം കൂടി തെളിഞ്ഞാൽ വലിയ നിയമ നടപടികളാവും MLA നേരിടേണ്ടി വരിക. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ ഷിജോ M. ജെയിംസിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. S രാജേന്ദ്രൻ MLA-യോട് CPM-ഉം വിശദീകരണം ചോദിക്കും. തെറ്റായ പെരുമാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ പറഞ്ഞു. MLA-ക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സബ് കളക്ടറുടെ തീരുമാനം. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ സബ് കളക്ടറെ പിന്തുണച്ച് രംഗത്തെത്തി. എന്നാൽ മന്ത്രി MM മണി സബ് കളക്ടറെ രൂക്ഷമായി വിമർശിച്ചു. ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ എന്താ ഉള്ളത്? ബിൽഡിംഗ് റൂൾ നോക്കേണ്ടത് പഞ്ചായത്താണ്, അവിടല്ല. ദേവികുളം സബ് കളക്ടർ രേണുരാജിനെ സ്ഥലം MLA S രാജേന്ദ്രൻ പരസ്യമായി അപമാനിച്ച സംഭവമാണ് വിവാദമായത്. സബ് കളക്ടർക്ക് ബുദ്ധിയില്ലെന്നും IAS കിട്ടിയതുകൊണ്ട് കാര്യമില്ലെന്നുമായിരുന്നു വിമർശനം. റവന്യൂ വകുപ്പിന്റെ അനുമതി വാങ്ങാതെ ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് സബ് കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് MLA-യെ പ്രകോപിപ്പിച്ചത്. MLA-യുടെ നടപടി വിവാദമായതോടെ പ്രശ്നത്തിൽ CPM ഇടപെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. രാജേന്ദ്രൻ MLA-യോട് എന്തുകൊണ്ടാണ് കളക്ടറോട് മോശമായി സംസാരിച്ചത് എന്ന വിഷയം അന്വേഷിക്കാനും അങ്ങരോട് അതിന് ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ മന്ത്രി MM മണിയുടെ പ്രതികരണം ഇങ്ങനെ: ഉദ്യോഗസ്ഥരുടെ മനോഭാവമുണ്ട്, അതിന് കൂട്ടു നിൽക്കുന്ന ശക്തികളുണ്ട്, അങ്ങനെ ഉണ്ട്. അത് ഒരുപാട് പ്രശ്നമുണ്ട്. പിന്നെ മന്ത്രി എന്നതിലെ ഞാൻ അന്വേഷിച്ചിട്ട് അത് സംബന്ധിച്ച് പറയാം. MLA-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. ബഹുമാന്യനായ ജനപ്രതിനിധിയുടെ വാക്കുകൾ CPM ഇന്ന് നേരിടുന്ന ജീർണതയുടെ ഒരു പ്രതിഫലനമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ.
അതേസമയം അനധികൃത നിർമ്മാണം എതിർത്ത റവന്യൂ സംഘത്തെ തടഞ്ഞവർക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് രേണു രാജ് ന്യൂസ് 18 പറഞ്ഞു. ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം നിയമപരമായിട്ട് ചെയ്യുന്ന എന്ത് കാര്യവും ഭയം കൂടാതെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു, ധൈര്യമായിട്ട് മുമ്പോട്ട് നടപടികൾ എടുക്കാമെന്നാണ് പറഞ്ഞത്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സബ് കളക്ടറെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചു. സബ് കളക്ടറുടെ നടപടിയിൽ തെറ്റൊന്നുമില്ലെന്ന് മന്ത്രി പരസ്യമായി പറയുകയും ചെയ്തു. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്ന രേണുരാജിന്റെ നടപടികളോടെ ഒരിടവേളയ്ക്ക് ശേഷം മൂന്നാർ വീണ്ടും വിവാദ ഭൂമിയാവുകയാണ്. ന്യൂസ് 18 ഇടുക്കി. സബ് കളക്ടറെ തള്ളി വൈദ്യുതി മന്ത്രി എം മണിയും രംഗത്ത് വന്നു. ചില ഉദ്യോഗസ്ഥർക്ക് പിന്നിൽ മറ്റ് ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മന്ത്രിയായതിനാൽ ഇതേക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ലെന്നും മണി പ്രതികരിച്ചു. മന്ത്രി എന്നതിലെ ഞാൻ അന്വേഷിച്ചിട്ടേ അത് സംബന്ധിച്ചു. സബ് കളക്ടർ രേണുരാജിനെ അധിക്ഷേപിച്ച എസ് രാജേന്ദ്രൻ MLA മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വനിതാ ശാക്തീകരണം പ്രസംഗിക്കുന്ന CPM ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പിണറായി വിജയന്റെ ഭാഷയാണ് അനുയായികളും പിന്തുടരുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ പ്രതികരിച്ചു. ബഹുമാന്യനായ ജനപ്രതിനിധിയുടെ വാക്കുകൾ CPM ഇന്ന് നേരിടുന്ന ജീർണതയുടെ ഒരു പ്രതിഫലനമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. നീതിപൂർവം സ്ത്രീകളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് സർക്കാർ മാറിയിരിക്കുന്നു. എന്ത് സ്ത്രീ സമത്വമാണ് ഇനി ഈ സർക്കാരിന് അവകാശപ്പെടാനുള്ളത്? എന്ത് നവോത്ഥാനത്തെക്കുറിച്ചാണ് ഇനി ഇവർക്ക് പുരപ്പുറത്ത് കയറി പ്രസംഗിക്കാനുള്ളത് എന്ന ചോദ്യം അവശേഷിക്കുക. ഇടവേള. വാർത്തകൾ തുടരുന്നു. തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ഭർത്താവിന് മുകളിൽ RSS സമ്മർദ്ദമെന്ന് ശബരിമല ദർശനം നടത്തിയ കനകദുർഗ. തന്റെ കുട്ടികളെ കാണാൻ അനുവദിക്കുന്നില്ല. ശബരിമല ദർശനം നടത്തിയത് ആരുടെയും പ്രേരണയിലല്ല. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമല്ലെന്നും ദർശനം നടത്തിയത് തികച്ചും വ്യക്തിപരമായാണെന്നും കനകദുർഗ പറഞ്ഞു. എന്നൊന്നുമില്ല, അത് അത്തരത്തിലല്ല ഹസ്ബൻഡ്. പക്ഷേ ഇപ്പൊ ഒരുപാട് ആളുകൾ അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സമ്മർദ്ദം BJPയുടെയോ അല്ലെങ്കിൽ RSS സംഘപരിവാർ ആളുകൾ അവരെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്നെ വീട്ടിൽ നിന്നും അകറ്റി നിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർക്ക് പിന്നിൽ നിൽക്കുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഫാൽ ഇടപാടിനെക്കുറിച്ചുള്ള CAG റിപ്പോർട്ട് പൂർത്തിയായി. റിപ്പോർട്ട് ബജറ്റ് സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ വയ്ക്കാനാണ് സർക്കാർ തീരുമാനം. ഇക്കാര്യത്തിൽ സർക്കാരും CAGയും ആശയവിനിമയം നടത്തുകയാണ്. വ്യോമസേനയുടെ ആയുധ ഇടപാടുകൾ മുഴുവൻ ഉൾപ്പെടുത്തിയ റിപ്പോർട്ടാകും പാർലമെന്റിൽ വരിക. റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ചകൾ നടത്തിയെന്ന വിവാദത്തിനിടെയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് പാർലമെന്റിൽ വരുന്നത്. ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭാ അധ്യക്ഷനും രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നുമാണ് റിപ്പോർട്ട് നൽകുക. റഫാൽ ഇടപാട് പ്രതിപക്ഷം സജീവ ചർച്ചയാക്കിയതോടെ CAG റിപ്പോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. വ്യോമസേനയുടെ എല്ലാ ആയുധ ഇടപാടുകളും പരാമർശിച്ചുകൊണ്ടുള്ളതാകും റിപ്പോർട്ട്. റഫാൽ ഇടപാടിന്റെ മാത്രമായുള്ള റിപ്പോർട്ട് ആവില്ല സഭയിൽ വരുന്നത്. റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചാലും നടപ്പ് സമ്മേളന കാലയളവിൽ ഇതിന്മേൽ പരിശോധന സാധ്യമാകില്ല. റഫാൽ ഇടപാടിൽ CAG റിപ്പോർട്ട് പാർലമെന്റിന്റെ അക്കൌണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചു എന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത് വിവാദമായിരുന്നു. ഈ പരാമർശം വ്യാകരണ പിശകാണ് എന്നും അത് തിരുത്തണമെന്നും സർക്കാർ സുപ്രീം കോടതിയോട് പിന്നീട് രേഖാമൂലം ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഡൽഹി. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ മുസ്ലിം ലീഗ് കടുംപിടുത്തത്തിനില്ലെന്ന് വ്യക്തമായ സൂചന നൽകിയ നേതാക്കൾ. UDF ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യം ഉന്നയിക്കുമെന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ ഒരു കടുംപിടുത്തത്തിനും പാർട്ടി തയ്യാറല്ലെന്ന സൂചനയാണ് ലീഗ് നേതാക്കൾ നൽകിയത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഉള്ള ഇപ്പോഴത്തെ സാഹചര്യം നന്നായി അറിയാവുന്ന ലീഗ് കടുംപിടുത്തം നടത്തില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പറഞ്ഞു. പാണക്കാട് ചേർന്ന നേതൃയോഗത്തിൽ മുസ്ലിം ലീഗിന്റെ MLAമാരും MP മാരും ഉന്നത നേതാക്കളും അവരവരുടെ അഭിപ്രായങ്ങൾ നേരത്തെ അറിയിച്ചു. മൂന്നാം സീറ്റിന് അർഹത ഉണ്ടെന്നും ഇത് ശക്തമായി ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ UDFനെ സമ്മർദ്ദത്തിലാക്കേണ്ട എന്നായിരുന്നു പൊതുവികാരം. വിട്ടുവീഴ്ചകൾ വേണ്ടിവരുമെന്നാണ് ഇക്കാര്യത്തിൽ നേതൃത്വത്തിന്റെ നിലപാട്. ആവശ്യങ്ങൾ 18-ന് ചേരുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിക്കും. എന്നാൽ പരിഹരിക്കാനാകാത്ത ഒരു തർക്കവും ഉണ്ടാവില്ലെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. എന്തായാലും 2-ന്റെയും 3-ന്റെയും അല്ല, ഞങ്ങൾ അതിലേറെ സീറ്റ് കിട്ടേണ്ട ഒരു ശ്രമത്തിലാണ്. മത്സരിക്കുന്നിടത്ത് ഏതെങ്കിലും വിധത്തിലുള്ള വോട്ടിന്റെ അകൽച്ചയുണ്ടാക്കി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം വരുന്നതിന്
ഏത് വിധത്തിലും ഭംഗമുണ്ടാക്കാൻ പാടില്ലെന്നും വോട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റേറ്റുകളിലും ഈ കാര്യം കൃത്യമായി പാലിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും മത്സരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യങ്ങളിൽ തീരുമാനം വന്നേക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇനി UDF അത് സംബന്ധിച്ചുള്ള ചർച്ച നടക്കേണ്ടത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി കമ്മിറ്റി കൂടി അവസാന തീരുമാനം എടുക്കേണ്ടത് തങ്ങളാണ്. ദേശീയ രാഷ്ട്രീയ സാഹചര്യം അറിയുന്ന മുസ്ലിം ലീഗ് കടുത്ത നിലപാട് എടുക്കില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്നും ദേശീയ രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന, ദേശീയ താൽപര്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും സൗഹാർദ്ദപരമായ ഒരു സമീപനം തന്നെയാണ് അവർ സ്വീകരിക്കുകയെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കോൺഗ്രസ് ലീഗ് നേതാക്കൾ പറയുന്നത് ഒന്നു തന്നെ. ലീഗിന്റെ 3ാം സീറ്റ് അവകാശവാദം ന്യായമാണ്. അത് ഉന്നയിക്കുകയും ചെയ്യും. എന്നാൽ അതൊരു തർക്കമാക്കി മുന്നണിയെ പ്രതിസന്ധിയിലാക്കില്ല. ന്യൂസ് 18 മലപ്പുറം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനത്തിൽ ആര്യയെത്തും.